ഹായ് ഹലോ, നമുക്കിന്നൊരു മോഡൽ സിൽക്ക് സാരിയിൽ തുടങ്ങിയാലോ. ഇങ്ങനെയൊരു സാരി ഉണ്ടെങ്കിൽ എന്താണെന്നറിയാവോ പ്രശ്നം? എപ്പോഴും ഇതെടുത്തെടുക്കാൻ തോന്നും അല്ലേ? സാരിക്കിപ്പോൾ അതിൻ്റെ സ്വന്തം റെഡ് അജ്രക് ബ്ലൗസ് ഇട്ടെടുക്കുമ്പം ഞാൻ ഈ കാണിക്കുന്ന ലുക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ വെൽക്കം ബാക്ക് ടു പ്രിയസ് കളക്ഷൻസ് UK. ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സാരീസ് കണ്ടിട്ട് ഏതെടുക്കണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ സാരിയാണിത്. ജോർജറ്റ് സിൽക്ക് സാരീസ് വിത്ത് വീവിങ്. ഇത്തിരി തടിച്ച ആളാണെങ്കിലും നല്ല സ്ലിം ആയിട്ടുള്ളവർക്കെല്ലാം സ്യൂട്ടായിട്ടുള്ള സാരിയാണിത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സാരീസിനൊപ്പവും ബ്ലൗസസ് കസ്റ്റമേഴ്സിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റിനെ പറ്റി വറി ചെയ്യുകയേ വേണ്ട. അത് പക്ക ഫിറ്റിംഗ് ആയിരിക്കും. വീണ്ടും നമുക്ക് സാരിയിലേക്ക് തിരിച്ചു പോകാം. ഈ സാരീസിൽ ഒരുപാട് സിംഗിൾ ഷെയ്ഡ്സും അതുപോലെ തന്നെ സൂപ്പർ കോമ്പിനേഷൻ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത സാരി നമുക്ക് ബ്ലൗസിൽ തുടങ്ങാം. കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ഈ കാണുന്നത്. നെക്കും സ്ലീവ്സും എല്ലാം നിങ്ങൾ പറയുന്ന മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സാരി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഒരുപാട് കഥ പറച്ചിലിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒത്തിരി എൻക്വയറീസ് വന്നത് കൊണ്ട് പെട്ടെന്ന് ഈ സാരിയെ പറ്റി പറയാമേ. ജോർജറ്റിൽ എംബ്രോയ്ഡറിയും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് ചെക്ക് വീവിങ്സും വരുന്ന സാരീസാണ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മളിതിൻ്റെ ഓഫ് വൈറ്റും പിങ്കുമാണ് യെല്ലോയെക്കാട്ടിൽ കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ളത്. യെല്ലോ ഇത്തിരി ബ്രൈറ്റായി പോകുമോ എന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് ഈ സാരി കാണിക്കുന്നത്. ഇനി നമുക്കൊരു പ്യുർ വിസ്കോസ് സിൽക്ക് സാരി കാണാം. വിസ്കോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് ജോർജറ്റിലൊക്കെ വരുന്ന മിക്സ് സാരീസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വണ്ണാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ബുട്ടീസ് ഈ സാരീസിൽ മുഴുവനുമുണ്ട്. അതുപോലെ ചെറിയൊരു ഗോൾഡൻ ബോർഡറും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ സാരീസിൻ്റെയും ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. വീഡിയോ ഒരുപാട് ലോങ്ങറായി നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഓരോ ടൈപ്പ് സാരീസിൽ നിന്നും സെലക്റ്റഡ് വൺസ് കാണിക്കുന്നതാണ്. ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ സാരി. ഇത് ആക്ച്വലി നമ്മുടെ മൈസൂർ ക്രേപ്പ് സിൽക്ക് സാരിയാണ്. നല്ല സ്ലീക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള സാരിയാണിത്. ഞാൻ ഇത് അയൺ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ക്രഷ്ടാണ്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ സാരിയാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതിൻ്റെ ബ്ലൗസ് ഫുള്ള് വീവിങ് വരുന്നതാണ്. ഒരുപാട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ ടൈപ്പ് സാരീസും പിന്നെ നമ്മുടെ ജോർജറ്റ് സാരീസുമാണ്. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടി ഒരു ജോർജറ്റി ഫീലാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു സിൽക്കി ഫീലായിട്ട് വരുവേ. റീസെൻ്റ്ലി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കോട്ട ചെക്ക് സാരീസാണിത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സാരീസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. എന്നാൽ ഇത് നമ്മൾ ഓർഗൻസ് സാരീസ് നിൽക്കുന്ന പോലെ അത്ര പഫി ആയിട്ട് നിൽക്കില്ല. ഇതിപ്പോൾ ഇത്തിരി വലിയ പ്രിൻ്റാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ സാരീസിൻ്റെ അനവധി വെറൈറ്റീസ് അവൈലബിൾ ആണ്. പുതിയ സാരീസ് ആക്ച്വലി ഇറങ്ങുമ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉടുത്ത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷേ അതിനു മുമ്പ് വളരെ ധൈര്യമായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ സാരിയാണിത്. ഇതിൽ ആക്ച്വലി ഈ ഒരു ഒറ്റ പീസേ വന്നിട്ടുള്ളൂ. ഞാൻ ഹോപ്പ് ചെയ്യുന്നു ഇതിൻ്റെ ഒരുപാട് ഓർഡേഴ്സ് വരുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രിയ റോജി. നമ്മൾ മെയിനായിട്ട് UK സാരീസ്, കുർത്തീസ് എന്ന് വേണ്ട എല്ലാവിധ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് സെല് ചെയ്യുന്നത്. വീഡിയോസ് ആക്ച്വലി എത്ര ലെങ്തി ആയാലും ഞാൻ ഒരു ലിനൻ സാരിയെങ്കിലും എൻ്റെ എല്ലാ വീഡിയോസിലും കാണിച്ചിരിക്കും. കാരണം എൻ്റെ ഫേവറേറ്റാണ്. എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം. എൻ്റെ ഫേവറേറ്റ് എന്നും ലിനൻ സാരീസാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന സാരീസിലെ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാരീസുമാണിത്. പക്ഷേ എന്തുകൊണ്ടോ കോട്ടൺ ലിനൻ സാരീസ് കുറച്ച് കസ്റ്റമേഴ്സിന് മാത്രമേ ഇഷ്ടമുള്ളൂ. അത് എടുക്കുന്നവർക്കാകട്ടെ അത് ഭയങ്കര ഫേവറേറ്റ്. ഇപ്പോൾ സാരീസ് കൂടാതെ നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസും അതുപോലെ ഫുൾ സെറ്റ് ചുരിദാർ സെറ്റ്സും പിന്നെ കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റ്സും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സാരി ബ്ലൗസസ്. അതായത് നിങ്ങൾക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള റെഡി ടു വെയർ സാരി ബ്ലൗസസ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുർത്തീസും എല്ലാ കളർ ഷെയ്ഡിലും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ജോർജറ്റ് ഷിഫോൺ ബത്രി സിൽക്ക് മെറ്റീരിയലാണ് ഇതെല്ലാം ചെയ്യുന്നത്.
അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഐറ്റംസിനോടൊപ്പം നിങ്ങൾക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും ഐറ്റംസ് വേണമെങ്കിൽ ഷർട്ട്, മുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളിതിൻ്റെ ഒപ്പം പെയർ ചെയ്ത് തരുന്നതാണ്. ഷർട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്തത്. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതുപോലെ ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് ഐറ്റംസ് നമ്മൾ എവരിഡേ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മളൊരു മം ആൻഡ് ഡോട്ടർ കോംബോ ചെയ്തതാണ്. നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൽ നമ്മൾ എംബ്രോയ്ഡറി അതുപോലെ ബീഡ്സ് വർക്ക് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനിത് 3 പീസ് സെറ്റാണ്. ഇത് ഞാൻ പിടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഫുൾ ഒരു ലുക്ക് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഓണത്തിൻ്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കാൻ തുടങ്ങി. ഒരുപാട് ഐറ്റംസ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ. എല്ലാ വർഷവും വരുന്നൊരു പ്രോബ്ലമാണ്, ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സൊക്കെ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.